ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് കാസ്റ്റിംഗ് ഡിഫക്ട്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് ഒരു കാസ്റ്റിംഗ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഡിഫക്റ്റ് ആ കാസ്റ്റിങ്ങിനുണ്ടാകാം, എന്തൊക്കെ എറർ അല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫക്ട്സ് ആ കാസ്റ്റിംഗ് പ്രോഡക്റ്റിൽ ഉണ്ടാവാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു 10 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു 6-7 ഡിഫക്ട്സ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിഗറും കൂടെ വരയ്ക്കുന്നതാണ് നല്ലത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്തായാലും ഒരു 3-4 ഫിഗേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഫിഗേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ല എങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഫിഗർ വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 6-7 പോയിൻറ്റ്സ് നിങ്ങൾ 6-7 കാസ്റ്റിംഗ് ഡിഫക്ട്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോന്ന് 2-3 സെൻറ്റൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ ഒരു 3-4 കാസ്റ്റിംഗ് ഡിഫക്ട്സിൻ്റെ ഫിഗറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കാസ്റ്റിംഗ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഡിഫക്റ്റ് ഈ ഉണ്ടാകുന്ന കാസ്റ്റിങ്ങിൽ വരാം, എന്തൊക്കെ എറർ, എന്തൊക്കെ മിസ്റ്റേക്ക് ഈ കാസ്റ്റിങ്ങിൽ ഉണ്ടാവാം, അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ആദ്യത്തെ ഡിഫക്റ്റാണ് ബ്ലോ ഹോൾസ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റ് എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമ്മുടെ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഗ്യാസസ്, അത് ഹോട്ട് ഗ്യാസസ് ഇങ്ങനെ പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മോൾട്ടൺ മെറ്റലിൽ നിന്ന് പുറത്തോട്ട് വളരെ ഹോട്ട് ഗ്യാസസ് പൊയ്ക്കൊണ്ടിരിക്കും. അത് മോൾഡിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ മോൾഡിൽ നിന്നും പുറത്ത് പോകാനുള്ള വെൻറ്റ് ഹോൾസ്, സഫിഷ്യൻറ്റ് വെൻറ്റ് ഹോൾസ് അതിനുണ്ടാവണം. അതുപോലെ തന്നെ പോറോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും ഈ മൗൾഡിന് ഉണ്ടായിരിക്കണം. അതായത് സാൻഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഈ ഗ്യാസിന് പുറത്തോട്ട് പോകാനുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകളും കൂടെ ഉണ്ടായിരിക്കണം. അതാണ് പോറോസിറ്റി അല്ലെങ്കിൽ പെർമേബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി സഫിഷ്യൻ്റ് ആയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ വെൻറ്റ് ഹോൾസ് സഫിഷ്യൻ്റ് ആയിട്ട് ഇട്ടില്ല എങ്കിൽ ഈ ഹോട്ട് ഗ്യാസസ് പുറത്തോട്ട് പോകാനൊക്കത്തില്ല. മൗൾഡിൻ്റെ അകത്ത് തന്നെ പെട്ടുപോകും. ഈ ഹോട്ട് ഗ്യാസസ്, മോൾട്ടൺ മെറ്റലിൽ നിന്നുള്ള ഹോട്ട് ഗ്യാസസ് പുറത്തോട്ട് പോകാൻ പറ്റാതെ മൗൾഡിൻ്റെ അകത്ത് തന്നെ പെട്ടുപോകും. അങ്ങനെ മൗൾഡിൻ്റെ അകത്ത് പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മോൾട്ടൺ മെറ്റലിൻ്റെ അകത്ത് ഈ ഹോട്ട് ഗ്യാസസ് പെട്ടുപോകും. മോൾട്ടൺ മെറ്റലിൻ്റെ അകത്ത് ഈ ഹോട്ട് ഗ്യാസസ് പെട്ടുപോകും. അത് കാരണം ഈ മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഈ ഹോട്ട് ഗ്യാസസ് പെട്ടുപോയ ആ ഭാഗം ഒരു ബബിൾ പോലെ, അല്ലെങ്കിൽ ഒരു വാക്വം സ്പേസ് പോലെ, അല്ലെങ്കിൽ വേക്കൻറ്റ് സ്പേസ് പോലെ കാണപ്പെടും. അപ്പോൾ ഈ കാണപ്പെടുന്ന വേക്കൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്ന് നോക്കിയാൽ, കാസ്റ്റിങ്ങിനെ പുറത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാലാണ് ഇതിൻ്റെ അകത്തുള്ള ഈ ബ്ലോ ഹോൾസ് എന്ന് പറയുന്നത്, അതായത് ഈ ബബിൾസ് പോലെയുള്ള ഗ്യാപ്പ്, ബബിൾസ് പോലെയുള്ള ആ പോർഷൻ, അതെന്ന് പറയുന്നത് ഗ്യാസ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട് പോയതുകൊണ്ടാണ്. അപ്പോൾ അത് കാസ്റ്റിങ്ങിൻ്റെ അകത്തുള്ളൊരു ഡിഫക്റ്റാണ്. നമുക്ക് പുറത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് ബ്ലോ ഹോൾസ് ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് തന്നെ കാണാനൊക്കത്തില്ല. അത് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാലേ അതിൻ്റെ അകത്തുള്ള ബ്ലോ ഹോൾസ് നമുക്ക് കാണാനൊക്കത്തുള്ളൂ. ഈ ബ്ലോ ഹോൾസ് ഉണ്ടായാൽ അത് കാസ്റ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് ഒരുപാട് കുറയ്ക്കും. അപ്പോൾ ഈ ഗ്യാസ്, ഈ ഹോട്ട് മെറ്റലിൽ നിന്നുള്ള, മോൾട്ടൺ മെറ്റലിൽ നിന്നുള്ള ഗ്യാസ് ഇതിൻ്റെ അകത്ത് പെട്ടുപോയാൽ, ഈ കാസ്റ്റിങ്ങിൻ്റെ അകത്ത് തന്നെ പെട്ടുപോവുകയാണെങ്കിൽ അതിങ്ങനെ ഹോൾ പോലെ, ഈ ബ്ലോ ഹോൾസ്, ഈ ബബിൾസിൻ്റെ ഹോൾ പോലെ അതിൻ്റെ അകത്ത് കാണപ്പെടും. അപ്പോൾ അത് സ്ട്രെങ്ത് കുറയ്ക്കാൻ, കാസ്റ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് കുറയാനായിട്ട് കാരണമാകും. ഇത് കാസ്റ്റിങ്ങിനെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നേരിട്ട് കാണാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇങ്ങനൊരു ഡിഫക്റ്റ് ഉണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു ഡിഫക്റ്റിനെയാണ് ബ്ലോ ഹോൾസ് എന്ന് പറയുന്നത്. ഈ മോൾട്ടൺ മെറ്റലിൽ നിന്നുള്ള ഹോട്ട് ഗ്യാസസ് പുറത്തു പോകാൻ സാധിക്കാതെ, വെൻറ്റ് ഹോൾസ് വഴിയൊന്നും പുറത്തു പോകാൻ സാധിക്കാതെ ഇതിൻ്റെ അകത്ത് പെട്ടുപോകും, ഈ കാസ്റ്റിങ്ങിൻ്റെ അകത്ത് തന്നെ പെട്ടുപോകും. അപ്പോൾ അതാണ് ഈ ബ്ലോ ഹോൾസ് ആയിട്ട് മാറുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതും അതിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയാം. ഈ ഒരു പോർഷൻ ഇവിടെയൊന്നും മെറ്റൽ എത്തിയിട്ടില്ല. സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കുറച്ച് ഗ്യാപ്പ് പോലെ ഇവിടെ ഫീൽ ചെയ്തു. അവിടെയൊന്നും മെറ്റൽ എത്തിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ഹോൾസ് പോലെ, അവിടെ ബബിൾസ് പോലെ അവിടെ ഫോമായി നിന്നതാണ്. കാരണം ആ എസ്കേപ്പ് ചെയ്യാനുള്ള ഹോട്ട് ഗ്യാസസ് ഇതിൻ്റെ അകത്ത് പെട്ടുപോയി, കാസ്റ്റിങ്ങിൻ്റെ അകത്ത് പെട്ടുപോയി. അതാണ് ഇങ്ങനെ ഹോൾ പോലെ ഇരിക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കാണാനൊക്കത്തുള്ളൂ. പുറത്ത് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഡിഫക്റ്റ് ഉണ്ടെന്ന് കാണാൻ സാധിക്കത്തില്ല. അവിടെ എന്തെങ്കിലും കട്ട് ചെയ്ത് വരികയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പോർഷൻ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ അകത്ത് ബ്ലോ ഹോൾസ് എന്ന് പറയുന്ന ഡിഫക്റ്റ് കാണാനൊക്കത്തുള്ളൂ. അപ്പോൾ അത് കാരണം സ്ട്രെങ്ത് കുറയും, ഈ കാസ്റ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഇതാണ് ബ്ലോ ഹോൾസ് എന്ന് പറയുന്ന ഡിഫക്റ്റ്. രണ്ടാമത്തെ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മിശ്രൺ എന്ന് പറയും. മിശ്രൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു മൗൾഡാണെന്ന് കഴിയുക, മൗൾഡ് ക്യാവിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സ്പ്രൂ എന്ന് പറയുന്നത്, അത് ആ സ്പ്രൂ വഴി മോൾട്ടൺ മെറ്റൽ ഇതിൻ്റെ അകത്തോട്ട്, മൗൾഡിൻ്റെ അകത്തോട്ട് ഒഴിച്ചെടുക്കുക. ഈ മൗൾഡ് കംപ്ലീറ്റ് ഫില്ലാവുന്നതിന് മുന്നേ തന്നെ, മൗൾഡ് ഇത്രയും പോർഷൻ വരെ ഉണ്ടായിരുന്നു, പക്ഷേ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവുന്നതിന് മുന്നേ തന്നെ ഈ മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്ത് തുടങ്ങും. അങ്ങനെ സോൾഡിഫൈ ചെയ്ത് തുടങ്ങി, ഇവിടെ ഇപ്പം ഈ പോർഷൻ സോൾഡിഫൈ ചെയ്ത് തുടങ്ങി. അങ്ങനെ സോൾഡിഫൈ ചെയ്ത് തുടങ്ങിയാൽ കുഴപ്പമെന്ന് വെച്ചാൽ ബാക്കിയുള്ള മൗൾഡിൻ്റെ പോർഷൻ അത് ഫില്ലാവത്തില്ല, മോൾട്ടൺ മെറ്റൽ കൊണ്ട് ഫില്ലാവത്തില്ല. അങ്ങനെ നേരത്തെ തന്നെ ഈ സോൾഡിഫിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നു. മൗൾഡ് ക്യാവിറ്റി കംപ്ലീറ്റ് ആയിട്ട് മോൾട്ടൺ മെറ്റൽ കൊണ്ട് ഫില്ലാവുന്നതിന് മുന്നേ തന്നെ സോൾഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ബാക്കി ഭാഗം ഫില്ലാവാതെ വന്ന് സോൾഡിഫൈ ചെയ്ത കാസ്റ്റിംഗ് ഉണ്ടായി എടുക്കുമ്പോൾ ഉള്ള ആ ഡിഫക്റ്റിനെയാണ് മിശ്രൺ എന്ന് പറയുന്നത്.
അപ്പോൾ മിശ്രണം ഉണ്ടാകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഈ മൗൾഡ് ക്യാവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവുന്നതിന് മുന്നേ 100% ഫില്ലാവുന്നതിന് മുന്നേ തന്നെ സോൾഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സോൾഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ബാക്കി പോർഷൻ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കും. ഇതുപോലെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു കമ്പൗണ്ട് ഉണ്ടാക്കിയപ്പം ഈ ഭാഗം ഫില്ലാവുന്നതിന് മുന്നേ തന്നെ സോൾഡിഫിക്കേഷൻ ഈ എയറിലുള്ള മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള സർഫസ് കംപ്ലീറ്റ് ആയില്ലായിരുന്നു, മോൾട്ടൺ മെറ്റൽ കൊണ്ട് ഫില്ലായില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫക്റ്റിനെയാണ് മിശ്രൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് മിശ്രണം എന്ന് പറയുന്ന ഡിഫക്റ്റ്. അടുത്തത് മിസ്മാച്ച് അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഈ മിസ്മാച്ച് എന്ന് പറയുന്ന ആ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ ഈ മൗൾഡിംഗ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടുണ്ട്, ഡ്രാഗ് എന്ന് പറയുന്ന പാർട്ടും കോപ്പ് എന്ന് പറയുന്ന പാർട്ടും. അപ്പോൾ അതിൽ ഈ ഡ്രാഗ് എന്ന് പറയുന്ന പാർട്ടിൽ ഒരു പാറ്റേണിൻ്റെ ഹാഫ് പോർഷൻ വയ്ക്കും, കോപ്പ് എന്ന് പറയുന്ന ഫ്ലാസ്കിലും പാറ്റേണിൻ്റെ ഹാഫ് പോർഷൻ വയ്ക്കും. എന്നിട്ട് ഇത് രണ്ടും കറക്റ്റ് അലൈൻ ചെയ്താണ് ഇത് ക്ലാമ്പ് ചെയ്യുന്നത്. 2 മൗൾഡിംഗ് ഫ്ലാസ്കും കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഈ മോൾട്ടൺ മെറ്റലിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ അലൈൻ ചെയ്യാതെയാണ് വയ്ക്കുന്നതെങ്കിൽ, ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്തെങ്കിലും എറർ വന്നു പോയാൽ, അതായത് കോപ്പും ഡ്രാഗും തമ്മിൽ കുറച്ച് ഭാഗം ഒന്ന് നീങ്ങി ഇരിക്കുകയാണെങ്കിൽ ഇതിലുള്ള പാറ്റേണും കറക്റ്റായിട്ട് അലൈൻ ചെയ്തായിരിക്കത്തില്ല ഇരിക്കുന്നത്. ആ പാറ്റേണും തമ്മിൽ കുറച്ചൊന്ന് നീങ്ങിയിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് മൗൾഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കപ്പോഴേക്കും അത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഈ മുകളിലത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ കോപ്പ് എന്ന് പറയുന്ന മൗൾഡിംഗ് ഫ്ലാസ്കിൽ വരുന്ന പോർഷനാണ്, താഴത്തത് ഡ്രാഗ് എന്ന് പറയുന്ന മൗൾഡിംഗ് ഫ്ലാസ്കിൽ വരുന്ന പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ആ മൗൾഡ് ക്യാവിറ്റി അല്ലെങ്കിൽ പാറ്റേൺ എന്നുള്ളത് കറക്റ്റായിട്ട് അലൈൻ ചെയ്തല്ല വെച്ചത്. അങ്ങനെ അലൈൻ ചെയ്യാതെ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്മാച്ച് അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിഫക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഡിഫക്റ്റ് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, കാസ്റ്റിങ്ങിനെടുത്ത് കളയുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ മിശ്രണമൊക്കെ വന്നാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ ശരിയാക്കാനൊക്കും. പക്ഷേ ഇങ്ങനൊരു ഡിഫക്റ്റാണ് വരുന്നതെങ്കിൽ ആ കാസ്റ്റിങ്ങിനെ മൊത്തമായിട്ട് നമുക്കെടുത്ത് കളയേണ്ടതായിട്ട് വരും. ഇതാണ് മിസ്മാച്ച് എന്ന് പറയുന്ന ആ ഒരു ഡിഫക്റ്റ്. കറക്റ്റായിട്ട് മൗൾഡിംഗ് ഫ്ലാസ്ക് കോപ്പ് എന്ന പാർട്ടും ഡ്രാഗ് എന്ന പാർട്ടും കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വച്ചില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഒരു ചെറിയൊരു ഡിഫറൻസ്, കുറച്ച് നീങ്ങിയാണ് 2 മൗൾഡിംഗ് ഫ്ലാസ്കും കൂടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇങ്ങനൊരു ഡിഫക്റ്റ് ഉണ്ടാകാം. അപ്പോൾ അതാണ് മിസ്മാച്ച് അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഡിഫക്റ്റ്. അടുത്ത ഡിഫക്റ്റാണ് ഷ്രിങ്കേജ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തിനെയാണ് ഷ്രിങ്കേജ് ക്യാവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മൗൾഡ് ക്യാവിറ്റി ഫില്ലാവും, മോൾട്ടൺ മെറ്റൽ വെച്ച് ഈ മൗൾഡ് ക്യാവിറ്റി ഫില്ലാവും. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അത് സോൾഡിഫൈ ചെയ്ത് തുടങ്ങുമ്പോൾ, മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്ത് തുടങ്ങുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് കോൺട്രാക്റ്റ് ചെയ്യും. കാരണം മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കോൺട്രാക്റ്റ് ചെയ്യും, അതായത് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങുന്ന എല്ലാ ഭാഗത്തും ഈക്വലായിട്ടായിരിക്കും ചുരുങ്ങുന്നത്, എന്നാൽ പോലും ചില ഭാഗത്ത് കുറച്ച് കൂടുതൽ ഏരിയ ചുരുങ്ങിപ്പോകും. അങ്ങനെ കുറച്ച് കൂടുതൽ ഏരിയ ചുരുങ്ങുന്ന ആ പോർഷനാണ് ഇങ്ങനെ കുറച്ച് പുഴിവ് പോലെ ഇവിടെ ഇങ്ങനെ കാണുന്നത്. അതിനെയാണ് ഷ്രിങ്കേജ് ക്യാവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്സിഡൻ്റലി ഈ പോർഷനിൽ വരുന്ന മോൾട്ടൺ മെറ്റലാണ് കൂടുതൽ ഷ്രിങ്കേജ് ആയിപ്പോയത്, കൂടുതൽ ഭാഗം ഒന്ന് ചുരുങ്ങിപ്പോയി, കൂടുതൽ ഭാഗം ഒന്ന് കോൺട്രാക്ഷൻ നടന്നുപോയി. അപ്പോൾ അത് കാരണം ആ പോർഷൻ മാത്രം ഒന്ന് ഷ്രിങ്കേജ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ഒരു കുഴിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡിഫക്റ്റിനെയാണ് ഷ്രിങ്കേജ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് അത് കോൺട്രാക്ഷൻ സംഭവിക്കും, കുറച്ചൊന്ന് ഷ്രിങ്ക് ആവും. അങ്ങനെ ഷ്രിങ്ക് ആവുന്ന സമയത്ത് ചില ഏരിയാസ് കുറച്ച് കൂടുതൽ ഷ്രിങ്ക് ആയിപ്പോവും. അപ്പോൾ ആ ഭാഗത്തിനാണ് ഷ്രിങ്കേജ് ക്യാവിറ്റി എന്ന് പറയുന്ന ഡിഫക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് ഷ്രിങ്കേജ് ക്യാവിറ്റീൻ്റെ ഈ കാസ്റ്റിങ്ങിൻ്റെ ചില ഏരിയയിൽ കുറച്ച് കൂടുതൽ ഭാഗം ചുരുങ്ങിയതായി കാണാം, കുറച്ച് കൂടുതൽ ഭാഗം കുഴിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതാണ് ഷ്രിങ്കേജ് ക്യാവിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് മെറ്റൽ പെനട്രേഷൻ അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ്. ഇവിടെ ഇപ്പോൾ കാണുന്നതറിയാം, കാസ്റ്റിങ്ങിൻ്റെ ഈ പോർഷനെല്ലാം എന്തോ ഇങ്ങനെ പരപരാന്ന് ഇരിക്കുന്നുണ്ട്. അതായത് സാൻഡ് പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കുന്നതല്ല, സത്യം പറഞ്ഞാൽ സാൻഡ് പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കുന്നതല്ല, അത് മെറ്റൽ പാർട്ടി തന്നെയാണ്. ഈ പോർഷൻ്റെ ആ സെയിം മെറ്റൽ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പരപരാന്നാണ് ഇരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് വരുന്ന അവിടുത്തെ സാൻഡ് ഫ്യൂസ് ആയിപ്പോയി. ആ ഭാഗത്തെ സാൻഡ് സത്യം പറഞ്ഞാൽ ആവശ്യത്തിന് റീഫ്രാക്ടറിനെസ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി ഇല്ലായിരുന്നു. ആ ഹോട്ട് മോൾട്ടൺ മെറ്റലിൻ്റെ ഹീറ്റ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ ആ സാൻഡ് ആ പോർഷനിലുള്ള ഈ കാസ്റ്റിങ്ങിൻ്റെ ഈ പോർഷനിൽ വന്ന മൗൾഡിൻ്റെ സാൻഡ് മാത്രം കുറച്ചൊന്ന് ഫ്യൂസായിപ്പോയി. അങ്ങനെ സാൻഡ് ഇങ്ങനെ ഫ്യൂസായി പോകുന്ന സ്ഥലത്താണ് ഇങ്ങനെ റഫായിട്ടുള്ള സർഫസ് ഫോം ആവുന്നത്. അതിനെയാണ് മെറ്റൽ പെനട്രേഷൻ അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാസ്റ്റിങ്ങിൻ്റെ ഈ പോർഷനിൽ വന്ന ഈ മൗൾഡിൻ്റെ ഈ പോർഷനിൽ വന്ന സാൻഡ് പാർട്ടിക്കിൾസ് എല്ലാം ഉരുവിപ്പോയി, മോൾട്ടൺ മെറ്റലിൻ്റെ ചൂട് കാരണം ഉരുവിപ്പോയി. അങ്ങനെ ഉരുവി പോകുമ്പോഴാണ് ഇങ്ങനെ സർഫസ് റഫ്നെസ് ഉള്ള ഈ ഒരു പോർഷൻ പോലെ ആയി വരുന്നത്. അപ്പോൾ ഇതും ഡിഫക്റ്റാണ്. പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ. സാൻഡ് പേപ്പർ ഇട്ടൊക്കെ വെച്ച് ഉരയ്ക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിനിഷിംഗ് പ്രോസസ്സ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് സോഫ്റ്റാക്കി സ്മൂത്താക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു പോർഷനൊക്കെ. അപ്പോൾ ഈ ഒരു ഡിഫക്റ്റിനെയാണ് സർഫസ് റഫ്നെസ് അല്ലെങ്കിൽ മെറ്റൽ പെനട്രേഷൻ എന്നൊക്കെ പറയാവുന്ന ഡിഫക്റ്റ്.
അടുത്തതാണ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഡിഫക്റ്റ്. ഈ സ്ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോൾട്ടൺ മെറ്റൽ, ഈ മെറ്റലിനെ, റോ മെറ്റീരിയലിനെ ഫർണസിലിട്ട് അതിനെ ചൂടാക്കി മെൽറ്റ് ചെയ്യും. എന്നിട്ട് ആ മോൾട്ടൺ മെറ്റലിനെയാണ് ഈ മൗണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫർണസിലിട്ട് ഈ റോ മെറ്റീരിയലിനെ ചൂടാക്കി മോൾട്ടൺ മെറ്റലാകുമ്പോൾ അതിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസും കാണും. ഈ റോ മെറ്റീരിയലിനായിട്ട് കൊടുക്കുന്ന വർക്ക് പീസിനെ മെൽറ്റ് ചെയ്താണ് മോൾട്ടൺ മെറ്റലാക്കുന്നത്. അപ്പോൾ ആ വർക്ക് പീസിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസൊക്കെ കാണും. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ്, ഈ മോൾട്ടൺ മെറ്റലിൽ ഉണ്ടായിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ആ ഫർണസിൻ്റെ മുകളിലത്തെ ലെയർ, മോൾട്ടൺ മെറ്റലിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെയായിരിക്കും ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കൂടി അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസ് അടിഞ്ഞുകൂടുന്ന ആ ലെയറിനെയാണ് സ്ലാഗ് എന്ന് പറയുന്നത്. അതായത് ഇമ്പ്യൂരിറ്റീസിനെയാണ് സ്ലാഗ് എന്ന് പറയുന്നത്. ഈ ലെയറിനെ റിമൂവ് ചെയ്തിട്ടാണ് ഈ മോൾട്ടൺ മെറ്റലിനെ പിന്നെ ഈ മൗഡിലോട്ട് കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത മോൾട്ടൺ മെറ്റലായിരിക്കും മൗഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഈ സ്ലാഗ് എന്ന് പറയുന്ന ആ ലെയർ റിമൂവ് ചെയ്താലും കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഈ മോൾട്ടൺ മെറ്റലിൻ്റെ അകത്ത് മിക്സായി കിടക്കും. അതായത് ഈ സ്ലാഗ് എന്ന് പറയുന്ന ആ പോർഷൻ ഈ മോൾട്ടൺ മെറ്റലിൽ മിക്സായി കിടക്കും. അത് മുകളിൽ ലെയറായിട്ട് കിടക്കത്തില്ല, കുറച്ച് ഭാഗം മിക്സായി കിടക്കും. അപ്പോൾ ആ മിക്സായി കിടക്കുന്ന മോൾട്ടൺ മെറ്റൽ ഈ മൗഡിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഈ മോൾട്ടൺ മെറ്റലിൻ്റെ കൂടെ ഈ മൗഡിൻ്റെ അകത്തോട്ട് പെടും. എന്നിട്ട് അത് സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് നോർമലായിട്ടുള്ള ഷേപ്പിൽ തന്നെ, നോർമലായിട്ട് കാസ്റ്റിങ്ങിൻ്റെ ഷേപ്പിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഈ സ്ലാഗിൻ്റെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഈ സാധാരണ മെറ്റലിൻ്റെ അത്രയും ഹാർഡ്നെസ് ആയിരിക്കത്തില്ല ഈ സ്ലാഗ് എന്ന് പറയുന്ന പോർഷനിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സ്ലാഗ് എന്ന് പറയുന്ന ആ പോർഷനിൽ നമുക്ക് കൈ വെച്ചൊന്ന് പിടിക്കുകയാണെങ്കിൽ ആ സ്ലാഗ് എന്നുള്ള പോർഷൻ പൊടിഞ്ഞങ്ങ് പോകും. കാരണം അതിനൊട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത ഒന്നാണ്. മോൾട്ടൺ മെറ്റലായിട്ട് മിക്സായി കിടന്ന ഇമ്പ്യൂരിറ്റിയാണ് സ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസ് ഈ കാസ്റ്റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ വന്ന് അടിഞ്ഞുകൂടിയിരിക്കും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് കൈ വെച്ച്, ഫിംഗർ വെച്ചൊന്ന് ജസ്റ്റ് തട്ടുമ്പോൾ തന്നെ ആ ഭാഗം അങ്ങ് പൊടിഞ്ഞങ്ങ് പോകും. അങ്ങനെ ആ ഭാഗം പൊടിഞ്ഞു പോവുകയാണെങ്കിൽ ബാക്കി ഭാഗം അതിങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇങ്ങനെ റഫായിട്ട് കുറച്ച് പോർഷൻ റിമൂവ് ആയതുപോലെയൊക്കെ ഇങ്ങനെ ഇരിക്കും കാസ്റ്റിങ്ങിൽ. അതിനെയാണ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്ലാഗ് ഉണ്ടായിരുന്നു, നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് തുടപ്പം തന്നെ ആ പോർഷൻ ഇമ്പ്യൂരിറ്റീസ് അങ്ങ് പൊടിഞ്ഞങ്ങ് പോയി. അതായത് കാസ്റ്റിങ്ങിനൊരു ഡിഫക്റ്റ് എന്ന് തന്നെ പറയാം ആ പോർഷൻ. അതിനാണ് സ്ലാഗ് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത്. അതായത് ഫർണസിൽ സ്ലാഗ് എന്ന് പറയുന്ന ആ ലെയറിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും മോൾട്ടൺ മെറ്റലിനെ ഈ മൗഡിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ പോലും കുറച്ച് സ്ലാഗ് ഈ മോൾട്ടൺ മെറ്റലിൻ്റെ അകത്ത് മിക്സ് ആയി കിടക്കും. അപ്പോൾ അത് മൗഡിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്, കാസ്റ്റിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഈ സ്ലാഗും കൂടെ വരും. ആ സ്ലാഗ് എന്ന് പറയുന്ന ആ പോർഷൻ, ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്ന പോർഷനെ നമുക്ക് ഈസി ആയിട്ട് പൊടിഞ്ഞങ്ങ് കളയാനും ഒക്കെ. അങ്ങനെ പൊടിഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി കാസ്റ്റിംഗ് പൊട്ടിപ്പോയതുപോലെ ആയിരിക്കും അത് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനാണ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്നത്. അടുത്തതാണ് സെല്ല് എന്ന് പറയുന്ന ഡിഫക്റ്റ്. ഈ ഒരു ഡിഫക്റ്റും കൂടെയുള്ളൂ, സെല്ല് എന്ന് പറയുന്ന ഡിഫക്റ്റ്. ഈ സെല്ല് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട കാസ്റ്റിങ്ങിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ്, കറക്റ്റ് സിലിണ്ടറിക്കലായിട്ടുള്ളൊരു ഷേപ്പിലുള്ള ഒരു കാസ്റ്റിംഗാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കാനുള്ള പാറ്റേണും ഈ ഷേപ്പിൽ തന്നെയായിരിക്കും, ഈ ഒരു ഷേപ്പിൽ തന്നെയായിരിക്കും പാറ്റേൺ ഇരിക്കുന്നത്. ഈ പാറ്റേൺ ഉപയോഗിച്ച് ഇതേ ഷേപ്പിൽ തന്നെയുള്ളൊരു മൗൾഡ് ക്യാവിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ആ മൗൾഡ് ക്യാവിറ്റിയിലോട്ടായിരിക്കും മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ കുഴപ്പമെന്ന് വെച്ചാൽ എങ്ങനെ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ മോൾട്ടൺ മെറ്റൽ ഈ മൗൾഡ് ക്യാവിറ്റി കൊണ്ട് ഫില്ലാവുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനിൽ ആവശ്യത്തിന് മൗൾഡിന് സ്ട്രെങ്ത് ഇല്ല എങ്കിൽ ആ പോർഷനിൽ ഈ മോൾട്ടൺ മെറ്റലിൻ്റെ ആ ഒരു പ്രഷറും ആ മോൾട്ടൺ മെറ്റലിൻ്റെ വെയിറ്റും കാണും. കുറച്ച് ഭാഗം അങ്ങ് പുറത്തേക്ക് ബൾജാവും. ആ മൗൾഡിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് അങ്ങ് ബൾജായിപ്പോവും. അങ്ങനെ ബൾജായിട്ടായിരിക്കും അതവിടെ സോൾഡിഫിക്കേഷൻ നടക്കുന്നത്. അങ്ങനെ സോൾഡിഫിക്കേഷൻ നടന്നു കഴിഞ്ഞിട്ട് അതിനെ തല്ലിപ്പൊടിച്ച് ആ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുമ്പോഴേക്കും ആ ബൾജ് ചെയ്ത ഭാഗം ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോർഷനിൽ വന്ന മൗൾഡിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു കാണത്തില്ല. അപ്പോൾ ഈ പോർഷനിൽ വന്ന മൗൾഡ് ക്യാവിറ്റിയിൽ ആവശ്യത്തിന് സ്ട്രെങ്ത് ഇല്ല എങ്കിൽ അതിങ്ങനെ ബൾജായി പോകും. മോൾട്ടൺ മെറ്റലിൻ്റെ പ്രഷറും അതിൻ്റെ ഒരു വെയിറ്റും കൊണ്ട് ആ പോർഷൻ എവിടെയാണോ വീക്കായിട്ടിരിക്കുന്നത് ആ പോർഷൻ അങ്ങ് ബൾജായി പോകും. അപ്പം അങ്ങനെ ബൾജായി വരുന്ന ആ ഒരു പോർഷനെയാണ് സ്വെല്ലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ സത്യം പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ സ്വെല്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനെ നമുക്ക് റിമൂവ് ചെയ്യാം. ലെയ്ത്തിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിവൈസോ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീനൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിനെ റിമൂവ് ചെയ്തിട്ട് ഈ കാസ്റ്റിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മൗൾഡിന് ആവശ്യത്തിന് സ്ട്രെങ്ത് ഇല്ല എങ്കിൽ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എവിടെയാണോ മൗൾഡ് സ്ട്രെങ്ത് ഇല്ലാത്ത ആ പോർഷൻ കയറി അങ്ങ് ബൾജാവും. അതിൻ്റെ മോൾട്ടൺ മെറ്റലിൻ്റെ ആ പ്രഷറും ആ ഒരു ഫോഴ്സും കാണാം ആ പോർഷനിൽ അങ്ങ് ബൾജാവും. മിക്കവാറും ഈ ബൾജിങ് വരുന്നത്, ഈ സ്വെല്ലിങ് വരുന്നത് സാധാരണ ഈ കാസ്റ്റിങ്ങിൻ്റെ താഴത്തെ പോർഷനിലായിരിക്കും. കാരണം താഴത്തെ പോർഷനിലാണല്ലോ വെയിറ്റ് കൂടുതൽ, ഈ മോൾട്ടൺ മെറ്റലിൻ്റെ വെയിറ്റ് എല്ലാം കൂടി താഴത്തെ പോർഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വെല്ലിങ് സാധാരണ ഈ താഴത്തെ പോർഷനിലാണ്. ഇവിടെ ഞാൻ മിഡിൽ പോർഷനിൽ കൊടുത്തു തന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഈ മൗൾഡിൻ്റെ വീക്കായിട്ടുള്ള മൗൾഡ് പോർഷൻ ഉണ്ടെങ്കിൽ ആ ഭാഗം കയറി ബൾജാവും. അതിങ്ങനെ കാസ്റ്റിംഗ് ആയിട്ട് വരുമ്പോഴേക്കും ആ കാസ്റ്റിങ്ങിലും ആ ഒരു ചെറിയൊരു ബൾജിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് സ്വെൽ എന്ന് പറയുന്ന ഡിഫക്റ്റായിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 7 ഡിഫക്ട്സ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഒരു 3-4 എണ്ണത്തിൻ്റെ ഫിഗർ ഈ ഫോട്ടോസ് നോക്കി തന്നെ ഈ ഒരു ഫിഗറുണ്ട്,
ഈ ഒരു ഫിഗർ, ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫിഗർ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെയും ഒരു ഫിഗറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 3-4 ഫിഗർ വരയ്ക്കാനുള്ള രൂപത്തിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ ഓരോ ഡിഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 2-3 സെൻറ്റൻസും കൂടെ പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. എക്സാമിന് ചോദിക്കുന്നത് ഡിഫറെൻറ്റ് കാസ്റ്റിംഗ് ഡിഫക്ട്സ് എന്നത്. ഇത് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. 5-6 പോയിൻറ്റ്സ് എഴുതേണ്ടി വരും, ഒരു 2-3 ഫിഗറും വരയ്ക്കേണ്ടി വരും. ഇതാണ് ഡിഫറെൻറ്റ് കാസ്റ്റിംഗ് ഡിഫക്ട്സ് എന്ന് പറയുന്ന പോർഷൻ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.